ഒരുപക്ഷേ റഫീന്യ പോലുള്ള പ്ലെയേഴ്സ്, ലെവൻഡോസ്കിയെ പോലുള്ള എൽ ക്ലാസിക്കോ പരിചയസമ്പത്തുള്ള പ്ലെയേഴ്സ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു മെൻറ്റാലിറ്റി ചേഞ്ച് ഉണ്ട്. ഇപ്പോൾ റാഷ്ഫോർഡ് എൽ ക്ലാസിക്കോയിൽ ഒരു പുതിയ മുഖമാണ്. അപ്പോൾ ആളായിരുന്നു ഒരു സോൾ സ്ട്രൈക്കറായിട്ട് വരുന്നത്. അപ്പോൾ ആളുടെ ഒരു പൊസിഷനിങ്ങും കുറച്ച് മോശമായ രീതിയിലായിരുന്നു. മീൻസ് ബാർസക്ക് ബോളുകൾ കണക്ട് ചെയ്യുന്നതിൽ മുന്നിലൊരു കണക്ഷൻ ബിൽഡ് ചെയ്യുന്നതിൽ ആൾ കാര്യമായി ഇടപെടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആ ഒരു മെൻറ്റാലിറ്റി ക്രിയേറ്റ് റയലിന് സ്വാഭാവികമായിട്ടും മെൻറ്റാലിറ്റി ബൂസ്റ്റ് ചെയ്യാനുള്ളൊരു കാരണം അവിടെ ഉണ്ട്. ഇതിന് അതെ. മറുപടി കൊടുക്കൽ നിർബന്ധമാണ് എന്ന് റയലിന് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ മിനിറ്റിലും കിട്ടുന്ന ഓരോ ബോളും നമുക്ക് അറിയാം, ഒന്നെങ്കിൽ വിനീഷ്യസ് അല്ലെങ്കിൽ എംബാപ്പെ, ഇതിൽ ആരെങ്കിലും ഒരാളിലേക്ക് കണക്ട് ചെയ്യുന്ന രീതിയിലേക്ക് ഒരു പാസ് മിഡ്ഫീൽഡിൽ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ അത് റയലിനതൊരു മോട്ടീവായിരുന്നു. പക്ഷെ ബാഴ്സയ്ക്ക് ഇറങ്ങുമ്പോൾ ബാഴ്സയ്ക്ക് ഒരുപാട് നഷ്ടങ്ങൾ, പരിക്കുകൾ കാരണമുള്ള ഒരുപാട് നഷ്ടങ്ങൾ, യമാലിൻ്റെ പരിക്ക് റിക്കവർ ആവാത്ത യമാലിൻ്റെ ഒരു മെൻറ്റാലിറ്റിയിലെ കുറവും ബാഴ്സയെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ യമാൽ നടത്തുന്ന റണ്ണുകളായിരുന്നു റയലിൻ്റെ ഡിഫൻസിനെ മൊത്തത്തിൽ വലിച്ചിട്ടിരുന്നത്. അത് ഒരുപാട് സ്പേസ് ക്രിയേറ്റ് ചെയ്യുമായിരുന്നു. കാര്യമായിട്ട് യമാൽ റണ്ണുകളോ അല്ലെങ്കിൽ ആളുടെ ഒരു സ്ഥിരം ശൈലിയുള്ള ഷോട്ട് എടുക്കലോ കാര്യങ്ങളോ ഒന്നും നടന്നിട്ടില്ല. അതും ഒരുപക്ഷെ ബാഴ്സയുടെ ആ ഒരു മൂർച്ച കുറച്ചിട്ടുണ്ട്. റയലിന് ഈ ഒരു മോട്ടീവ് ഭയങ്കരമായിട്ട് സഹായകരമായിട്ടുണ്ട് എന്നുള്ളത്